ഇന്നത്തെ വീഡിയോ ഒരാൾ തനിച്ച് ഒരു കാറിൻ്റെ വീല് മാറ്റാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വീൽ കപ്പ് അഴിച്ച് മാറ്റാം. ഇനി ഒന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം തന്നെ കാറിൻ്റെ വീലുകൾ അഴിച്ച് മാറ്റാം. ഒന്നാമതായിട്ട് ജാക്കി, അതേപോലെ ജാക്കി ലിവർ, മൂന്നാമത് വീൽ സ്പാൻഡർ. ഈ മൂന്ന് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ടയർ മാറ്റാം. ഒരാൾക്ക് സ്വയം ടയർ മാറ്റാവുന്നതാണ്. ഇനി സാധനങ്ങളൊക്കെ എടുത്തിട്ട് മാറ്റാനുള്ള ടയറും എടുത്തിട്ട് നമുക്കതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ടയറിൻ്റെ വീൽ നട്ട് അയക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ കാറിൻ്റെ ഉൾവശത്ത് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹാൻഡ് ബ്രേക്ക് നമ്മൾ പൊക്കി വെക്കണം, വണ്ടി ബ്രേക്കിലായിരിക്കണം. രണ്ടാമത്, സ്റ്റയറിങ് സ്റ്റഡി ആയിരിക്കണം. അതേപോലെ വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും തിരിഞ്ഞ് നിൽക്കരുത്. വീലൊക്കെ സ്റ്റഡി ആയിട്ടിരിക്കണം. കണ്ടോ, അതേപോലെ വീല് സ്റ്റഡി ആയിട്ട് വെക്കണം. ഇനി ടയർ മാറ്റാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത്, ജാക്കി വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വീൽ നട്ടുകളൊക്കെ ലൂസാക്കി മാറ്റണം. വീൽ നട്ടുകളൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ കാലുകൊണ്ടൊക്കെ ഒന്ന് ചവിട്ടി കൊടുത്തിട്ട് എല്ലാ 4 ഞെട്ടുകളും ഒന്ന് ലൂസാക്കി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞെട്ടുകൾ മൊത്തം ഊരിയെടുക്കരുത്. അപ്പോൾ ജാക്കി വെക്കാതെ തന്നെ കാറ് അതിൽ നിന്ന് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. നാല് ഞെട്ടുകളും ഒരു പാകത്തെ ലൂസാക്കിയിട്ട് പിന്നെ അടുത്ത പടിയാണ് വാഹനത്തിൻ്റെ അടിയിൽ ജാക്കി വെച്ച് കൊടുക്കൽ. ജാക്കിക്ക് മുകളിൽ ഒരു ഗാഡി ഉണ്ടാകും, ഇങ്ങനെ വാഹനത്തിന് കറക്റ്റായിട്ട് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് അത്. അതേപോലെ തന്നെ കാറിൻ്റെ അടിയിൽ ജാക്കി വെക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. തെന്നിപ്പോകാത്ത എവിടെ വേണമെങ്കിലും നമുക്ക് ജാക്കി വെക്കാം. പക്ഷേ സാധാരണ ഇതുപോലുള്ള കാറുകളിൽ റണ്ണിങ് ബോർഡ് എന്ന് പറയുന്ന ഈ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ പീസിലാണ് വെക്കൽ. അത് ജാക്കിയിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. ജാക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം സ്വയം കൈകൊണ്ട് തിരിച്ചു കൊടുക്കുക. വാഹനത്തിൻ്റെ ഭാരം വരാത്തിടത്തോളം കാലം ജാക്കി സ്വയം നമുക്ക് കൈകൊണ്ട് തന്നെ തിരിക്കാം. ലിവർ ഇടാതെ തന്നെ നമുക്ക് തിരിക്കാം. എന്നിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ റണ്ണിങ് ബോർഡിലേക്ക് കറക്റ്റ് ജാക്കിയുടെ സ്ഥാനം വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ജാക്കിക്ക് ഭാരം വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ജാക്കി ലിവർ ഇട്ട് കൊടുത്തിട്ട് ബാക്കി പൊക്കാം. ജാക്കി ലിവറിൻ്റെ തലപ്പ് വളഞ്ഞിട്ടായിരിക്കും. അത് ഇതേപോലെ ജാക്കീൻ്റെ ഉള്ളിലുള്ള ഈ ഓട്ടയിലേക്ക് ഘടിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ വീൽ സ്പാൻഡർ ഇതിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ ഓട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിക്കാം. വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ജാക്കി പൊന്തും. അതിനനുസരിച്ച് നമ്മുടെ വീല് ഫ്രീ ആകും. അപ്പോൾ ഈ സമയത്ത് മാത്രം ചെറിയൊരു ടൈറ്റ് ഉണ്ടാകും. അതായത് സ്ത്രീകൾക്കൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും ഏതൊരാൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അല്പം സാവധാനത്തിൽ ചെയ്താൽ മതി. നന്നായിട്ട് പൊക്കണം. വീല് നന്നായിട്ട് ഫ്രീ ആവുന്നതുവരെ പൊക്കണം. കാരണം പഞ്ചറായ വീലുകളൊക്കെ പൊക്കുന്നുണ്ടെങ്കിൽ പഞ്ചറാവാത്ത വീലിടാൻ കണ്ടോ, ഇതേപോലെ കൈകൾ അടിയിലൂടെ കൊള്ളുന്ന അതുവരെ പൊക്കണം ജാക്കി. അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ 4 ഞെട്ടുകളും തിരിച്ചെടുക്കാം. നേരത്തെ നമ്മൾ ലൂസാക്കി വെച്ചതുകൊണ്ട് ഇനി തിരിച്ചെടുത്താൽ മതി. ഇപ്പോൾ 4 ഞെട്ടുകളും പോന്ന് ടയർ ഫ്രീ ആയിട്ടുണ്ട്. ഇനി 2 കൈ കൊണ്ടും കൂടി ടയർ ഇങ്ങോട്ട് എടുത്തു വെക്കാം. ഇനി നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന മറ്റേ ടയർ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ തുളയിലേക്ക്, ആ ഞെട്ടിലേക്ക് പതുക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് വെച്ച് കൊടുത്ത് ആ 2 ഞെട്ടിടുന്നത് വരെ വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. കൈ കൊണ്ടോ കാലുകൊണ്ടോ ഒക്കെ ഒന്ന് ടയറിനെ പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് 2 ഞെട്ടുകൾ ആദ്യം ഇട്ട് കൊടുക്കുക. ഞെട്ടിൻ്റെ ഉള്ളിലുള്ള മണ്ണുകളൊക്കെ ഊതിക്കളയാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഞെട്ട് റോങ് ആയിട്ട് കയറും. അതേപോലെ തന്നെ ഞെട്ടുകൾ എപ്പോഴും റോങ് സൈഡിൽ കയറ്റുക. അതായത് ഒന്നിട്ടതിൻ്റെ നേരെ എതിർവശത്തുള്ള ഞെട്ടുകളായിരിക്കണം അടുത്തത് കയറ്റേണ്ടത്. ഒരേ അടുത്തുള്ള ഞെട്ട് തന്നെ കയറ്റരുത്. ഇപ്പോൾ കണ്ടോ, ഒരു ഞെട്ടിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഞെട്ടും കൂടി ഇട്ടു. ഈ 2 ഞെട്ടുകളും ഒരു പാകത്തെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ടയറിൽ നിന്ന് വിടാം. ഇനി ടയർ എങ്ങോട്ടും തെന്നി മാറില്ല. ഇനി ബാക്കിയുള്ള 2 ഞെട്ടും കൂടി ഇട്ട് കൊടുക്കാം. നാല് ഞെട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പാകത്തെ ലൂസാക്കിയിട്ട് മാറ്റുക. കാരണം ഇപ്പോൾ വണ്ടി ജാക്കിയിലാണ് നിൽക്കുന്നത്. ഫുൾ ടൈറ്റ് ആക്കാൻ കഴിയില്ല. ഫുൾ ടൈറ്റ് ആക്കാൻ ശ്രമിക്കരുത്, കാരണം ജാക്കി തന്നെ പോവും.
അപ്പോൾ ഒരു പാകത്തെ ലൂസാക്കിയതിൻ്റെ ശേഷം ജാക്കി ഇറക്കിയതിന് ശേഷമാണ് ഫുൾ ടൈറ്റ് ആക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാക്കിയുടെ ഈ വളഞ്ഞ ഭാഗം ഇവിടെ ഇട്ട് നേരത്തെ ജാക്കി തിരിച്ചതുപോലെ തിരിക്കുക. നേരത്തെ നമ്മൾ ടൈറ്റ് ആക്കാൻ വേണ്ടി വലത്തോട്ട് തിരിച്ചില്ല, ഇനി നേരെ ഇടത്തോട്ട് തിരിക്കുക. അപ്പോൾ ജാക്കി ഫ്രീ ആയിട്ട് വണ്ടി താഴേക്ക് ഇറങ്ങും. കുറേ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏകദേശം വാഹനത്തിൻ്റെ ഭാരം കഴിഞ്ഞാൽ പിന്നെ ജാക്കി ഫ്രീ ആവും. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ കൈകൊണ്ട് തന്നെ തിരിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ വണ്ടി വീലിൽ നിന്നു, ജാക്കിയുടെ ഭാരം ഒഴിവായി. ജാക്കി കുറച്ചും കൂടി ഇറങ്ങിയതിൻ്റെ ശേഷം പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി ജാക്കി താഴ്ത്തിയാൽ മതി. ഇത്രയുമായ ടയർ മാറ്റിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും വാഹനം എടുത്ത് പോകാൻ ശ്രമിക്കരുത്. ഇനി ബാക്കിയുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വീലുകളൊക്കെ പകുതി ടൈറ്റ് ആയിട്ടുള്ളൂ, വീൽ ഞെട്ടുകളൊക്കെ. അത് മുഴുവൻ നല്ല ഫുൾ ടൈറ്റ് ആക്കി കൊടുക്കണം. ഇതേപോലെ ഒരു ഞെട്ട് മുറുക്കി കഴിഞ്ഞാൽ നേരെ എതിർവശത്തുള്ള നെട്ട് മുറുക്കുക. ഇങ്ങനെ 4 ഞെട്ടുകളും ഫുൾ ടൈറ്റ് ആക്കുക. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ഞെട്ടുകളും നമ്മൾ അയച്ചതുപോലെ തന്നെ ഒന്ന് കാലുകൊണ്ട് ചവിട്ടിയിട്ട് ഫുൾ ടൈറ്റ് ആക്കി കൊടുക്കുക. ഇതുപോലെ 4 ഞെട്ടുകളും ഒന്ന് ചവിട്ടി ഫുൾ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വീല് മാറ്റുന്ന പ്രക്രിയ തീർന്നു. ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.